ഹായ്, നമ്മളിത് വയനാട് കാക്കവയൽ കൽപ്പറ്റ കാക്കവയലിലുള്ള ഒരു 4000 സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ജയകൃഷ്ണൻ ഡോക്ടർക്കും അതേപോലെ വൈഫ് ഡോക്ടർ ശർമ്മതയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യുന്ന വീടാണ് കേട്ടോ. വർക്ക് തുടങ്ങിയിട്ട് 2 വീക്സ് ആയി. നമ്മൾ വർക്ക് തുടങ്ങണം അന്ന് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വീടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ. ഇതാണ് ധനേഷ്. ഇപ്പോൾ ചായ കുടിക്കാൻ പോയിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അന്ന് ഫസ്റ്റ് വന്നപ്പോൾ എത്ര ദിവസമായി തുടങ്ങിയിട്ടത്? 2 ആഴ്ചയല്ലേ? 2 ആഴ്ച. അതായത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾ തുടങ്ങണ ദിവസം വന്നിട്ട് പോയതല്ലേ, പിന്നെ ഞങ്ങൾ വന്നിട്ടില്ലല്ലോ. ചില ചെറിയ വീടുകളൊക്കെ ചെയ്യുമ്പോ തന്നെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം. പക്ഷെ ഈ സാർ എങ്ങനെയുണ്ട്? ഒന്നും പറയില്ലല്ലോ. ഒന്നും പറയില്ലല്ലോ. ആൾക്കാരത് കറക്റ്റ് ആയിട്ടാ പോണെന്ന്, അതുകൊണ്ട് ഒന്നും പറയാത്തത്. അണക്കും തന്നെ ചെറിയ വീട് വെക്കണതാണോ ഇങ്ങനത്തെ വീട് വെക്കണാണോ നല്ലത്? വലിയ വീടും അതേപോലെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ചെയ്യാനൊരു ഇല്ലേ? സാധാരണ ചെറിയ വീടുകൾ ഇങ്ങനെ ചെയ്യുമ്പോ ഇത് വീട് കാണുമ്പോ തന്നെ ഒരു ഇതല്ലേ, ഇത്രയും വലിയ വീട് നമ്മളെ രീതിയിൽ ചെയ്യുമ്പോ കാണുമ്പോ തന്നെ ഒരു സുഖല്ലേ. ഹായ്, നമ്മള് വയനാട് കൽപ്പറ്റ കാക്കവയലിലുള്ള നമ്മളെ ഒരുപാട് കാലമായിട്ട് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആട്ടോ. 4000 സ്ക്വയർ ഫീറ്റ് അല്ലേ? 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള നമ്മളെ സാറിന്റെ വീടാണ്. അപ്പോ എല്ലാരും ചോദിക്കലുണ്ട് ചെറിയ വീട് മാത്രമേ ചെയ്യാൻ പറ്റൂ, ചെറിയ വീട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. വലിയ വീട് ഇതുപോലെ കിട്ടുമ്പോ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. അടിപൊളിയായിട്ട് ചെയ്യുന്ന പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത്രയും വലിയ വീട് വെക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സംശയമല്ലേ. ഇതുണ്ടോ, ഇതിപ്പോൾ അടിയിൽ നിന്ന് കോളം ഫൂട്ടിങ്ങിൽ വന്നിരിക്കുന്ന പില്ലേഴ്സിന്റെ കമ്പികളാണ്. ഇതിന്റെ എലിവേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വലിയ വീടാണെന്ന്. അതായത് ഈ കാണുന്ന പില്ലേഴ്സൊക്കെ ഉണ്ടല്ലോ, ഡബിൾ ഹൈറ്റിലാണ് സ്ലാബ് വരുന്നത്. അതായത് ഇത് 11 അടിയാണ് വീടിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു 22ഉം പിന്നെ ഈ തറയുടെ ഹൈറ്റും 24 അടി ഹൈറ്റിന്റെ മുകളിലേക്ക് ഈ ഒരു പില്ലർ പോയിട്ട് ഇതുമ്മിലാണ് 2ാം നിലേന്റെ സ്ലാബ് വരുന്നത്. അത് എലിവേഷൻ ഞാൻ ഇടാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ചിട്ട് പില്ലറിന്റെ സൈസ്, അതായത് ഈ വീടിന്റെ എഞ്ചിനീയർ ഏതാണോ റിക്വയർമെന്റിൽ ഇവരെ വീട് അപ്രൂവൽ ചെയ്തിരിക്കുന്നത് അതേ സൈസിലുള്ള പില്ലേഴ്സ് തന്നെയാണ്, കോൺക്രീറ്റ് പില്ലേഴ്സ് തന്നെയാണ് നമ്മൾ ഈ വീട് ചെയ്യണത്. 4 ഇഞ്ചിൽ നമ്മൾ വീട് ചെയ്യണതിന് അതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് എല്ലാ വീടിനും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. 800 സ്ക്വയർ ഫീറ്റ് വീടിനാണെങ്കിൽ 4 ഇഞ്ച് മതി. ഞാൻ അതിന്റെ മുന്നേ പറയാറുണ്ട്, വീടിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് അതിന്റെ ഭിത്തിയുടെ കാര്യങ്ങളും ബേസ്മെന്റ് ആണെന്നുണ്ടെങ്കിലും കമ്പി പില്ലേഴ്സ് ഇതൊക്കെ ഡിസൈൻ വരുന്നത് വീടിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ ഒരു ചുമര് 5.5 ഇഞ്ച് തിക്നെസ്സിലാണ് ഈ വീടിന്റെ മൊത്തം ചുമരും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടാകുമ്പോ കോൺക്രീറ്റിന്റെ ഒരു ഫിനിഷിങ് നിങ്ങളുടെ ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്ക്. നമ്മുടെ ഭായിമാര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധനേഷാണ് കേട്ടോ ഈ വീട് ചെയ്യണത്. ധനേഷ് ഇപ്പൊ ചായ കുടിക്കാൻ പോയിട്ടാണ്. കാരണം ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഞങ്ങൾ സൈറ്റിൽ വന്നില്ലെങ്കിൽ എന്തേലും ഇതാവുമോ എന്നുള്ളത്. നേരെ മറിച്ച് ഇവിടുത്തെ സാറ് നിന്നെ ഇതുവരെ വിളിച്ചിട്ടും കൂടി ഇല്ലല്ലോ. ഈ വർക്ക് തുടങ്ങണ ദിവസം, ഫസ്റ്റ് തുടങ്ങണ ദിവസം നമ്മൾ ചെറിയൊരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു അല്ലേ, ഓട്ടപ്പാച്ചിൽ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ വന്നിട്ട് ധനേഷിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ സൈറ്റിൽ ഇപ്പം നോക്കി നോക്കുക. അതിന് ശേഷം ഏകദേശം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സൈറ്റിൽ എത്തണത്. ഈ ഒരു സൈഡത്തെ ഏകദേശം ഒരു പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വീടുകളാവുമ്പോൾ ചുമരുകൾ വളരെ കമ്മിയായിരിക്കും. ഈ ഒരു കാണുന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ചുമരുകൾ വരുന്നില്ല. 2 പാർട്ടായിട്ടാണ്. ആ ഏരിയ കിച്ചണും കാര്യങ്ങളുമായിട്ട് ഒരു ബെഡ്റൂം വരും, ഇവിടെ ഒരു 2 ബെഡ്റൂം. അപ്പോൾ മൊത്തം 3 ബെഡ്റൂമാണ് താഴെ വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ചുമരിന്റെ ഫിനിഷിങ് എടുക്കുമ്പോൾ ഈ കോർണർ ഇങ്ങനെ, ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അങ്ങനെയല്ല, ഇവിടെ വന്നാൽ ഇതിന്റെ ഒരു ലെവല് കാണിച്ചു കൊടുക്കാനാണ്. അതായത് എനിക്ക് കണ്ണോണ്ട് കാണുമ്പോൾ പറയും, വീഡിയോയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇല്ലേ, അത്രയും പെർഫെക്ഷൻ. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളം ഫൂട്ടിങ്ങിൽ നിന്ന് വെച്ച അതേ കമ്പികളാണ് നമ്മൾ ഈ കോർണറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ചുമര് അവിടെ കോർണറിൽ ചെല്ലണ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇത്രയും വലിയ വീടുകൾ വെക്കാൻ പറ്റുമെന്ന് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനത്തെ വലിയ പ്രൊജക്റ്റുകൾ എടുക്കാൻ പറ്റുക. അല്ലാണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാം. നിങ്ങൾ 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ തന്നാൽ വെക്കും. കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാനായിട്ട് നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ അല്ലേ. ഇപ്പൊ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇപ്പൊ നമുക്കൊരു വീട് വെക്കാനുള്ള ആസ്തി നമ്മളെ കയ്യിലില്ല. ഈ ഒരു കാണുന്ന ഏരിയ ഫുള്ളായിട്ട് ഇത് കോട്ടിയാടായിട്ടാണ് വരുന്നത്. അപ്പം ഇതിലൊക്കെ 2 പില്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കോളം ഫൂട്ടിങ് എന്ന് വന്ന അതേ സെയിം പില്ലർ തന്നെയാണ് മുകളിലേക്ക് പൊന്തണത്.
ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചുമരിൻ്റെ ഒരു ഗുണം തന്നെയാണ്. ഇപ്പൊ സാധാരണ ഇത്രയും വലിയ വീട് ഒന്നുമില്ലെങ്കിൽ വെക്കാൻ പോണത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കോളം ഫൂട്ടിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെല്ലാം പില്ലർ വാർക്കും. ഇപ്പൊ പില്ലർ വാർക്കാനാണല്ലോ ഇങ്ങനെ കമ്പി ഇട്ടിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് ചുമരിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പില്ലർ വരും, ആ കോർണറിൽ ഒരു പില്ലർ വരും, ബാക്കി നിങ്ങൾ ഈ കാണുന്ന സെൻട്രൽ പോർഷൻ കംപ്ലീറ്റ് ലാസ്റ്റ് ബ്രിക്സ് വെച്ചിട്ട് കവർ ചെയ്യാണ് ചെയ്യുക. അതിന് പകരം ഇത് ഫുള്ളി, അതായത് ഇവിടെ വെക്കണ പില്ലറും അവിടെ വെക്കണ പില്ലറും അതിൽ വരുന്ന കമ്പികളും മൊത്തം കണക്റ്റഡ്, അതായത് മുകളിലേക്ക് കമ്പിയാണ്, എല്ലാം 10 mm കമ്പിയാണ് ഇതിന്റെ ചുമരായിട്ട് പോണത്. നല്ല മഴയാണ് വരുന്നുണ്ട് അല്ലേ, നല്ല മഴയും വരുന്നുണ്ട്. അതാണ് ഈ രീതിയിൽ വെക്കുമ്പോഴുള്ള ഗുണം. പിന്നെ അമ്മൂന് നടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിക്കണം, കാരണം ഒരു തലയ്ക്കുന്ന് വഴുക്കലുണ്ട്, സിമെന്റും എന്തായി കഴിഞ്ഞാൽ സ്വാഭാവികല്ലേ. ചുമര് വരുമ്പോ ഇതുപോലെ വരും. ഇത് കണ്ടമ്മോ, ചുമര് വെക്കുമ്പോ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അടിയത്തെ കമ്പികൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഈ കോളം ഫൂട്ടിങ് എന്നുള്ള കമ്പിയൊന്നും മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കോളം ഫൂട്ടിങ്ങിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന കമ്പികൾ തന്നെയാണ് ഈ മുകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് കണ്ടോ, ഇപ്പൊ ഇത് ഓൾറെഡി നമ്മളെ കോർണർ പില്ലറാണ്. ആ കോർണർ പില്ലറിന്ന് അവിടുന്ന് വരുന്ന ആ പില്ലേഴ്സിന്ന് വരുന്ന കമ്പി ഫുൾ ഇങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ചുമരുമയ്ക്ക് പോണത്. ഇതാണ് നമ്മൾ ബ്രിക്സിൽ വെക്കുമ്പോൾ കിട്ടില്ല എന്ന് പറയുന്നത്. എന്നാലോ ബ്രിക്സ് ഉണ്ടാക്കണതോ ഇതേ സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതായത് മെറ്റൽ ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ബ്രിക്സ് ഉണ്ടാക്കുന്നത്. വന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ബ്രിക്സിന്റെ അതേ റേറ്റ് വരുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പൊ 5 മിനിറ്റിന്റെ എനിക്കൊരു കോള് വന്നല്ലോ, ഞാൻ അതിനേക്കാളും കൂടുന്നു പറഞ്ഞപ്പോ. ബ്രിക്സിനേക്കാളും റേറ്റ് കൂടുട്ടോ. ഇതുപോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രിക്സിനേക്കാളും നന്നായിട്ട് റേറ്റ് കൂടും. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊന്നും GI പൈപ്പും കാര്യങ്ങളും വെച്ചിട്ടൊന്നും നല്ലതാണല്ലോ. ഇതൊക്കെ നമ്മളെ കോർണർ പില്ലറിന്റെ സീറ്റുകളാണ്. ഒരു കോർണർ പില്ലർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടായിരിക്കും. ടീ പില്ലർ എന്ന് പറയുമ്പോൾ അതായത് റൂമിന്റെ ഒരു എക്സ്റ്റേഷനും കൂടി ഈ ഭാഗത്ത് ടീ പില്ലറാണ് വരിക. അതുണ്ടോ, ഇപ്പൊ ഇവിടുന്ന് ഒരു ടീ ആയിട്ടാണ് വരിക, അതായത് അതേപോലത്തെ ഒരു എക്സ്റ്റൻഷൻ ഇങ്ങോട്ടും കൂടി നിൽക്കും. പിന്നെയാണ് ഇവിടുന്ന് ഈ റൂം ജോയിന്റ് അടിച്ചെടുക്കണത്. ഈ ചുമര് അതായത് അല്ല റീറ്റൈനിങ് വാളും ഫുള്ളി കോൺക്രീറ്റ് ആട്ടോ. ഇവിടെ ഒരു കിണറുണ്ട്, അതും ഫുള്ളി കോൺക്രീറ്റ്. ഇത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. അതായത് ഇത് റീറ്റൈനിങ് വാള് കോൺക്രീറ്റിൽ ചെയ്തിട്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതാണ്. നമ്മളെ പ്ലാസ്റ്ററിങ് കഴിയാത്ത ചുമര് നേരെ അങ്ങോട്ട് തിരിഞ്ഞാൽ കാണാം. രണ്ടും വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അല്ല, അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തോ ഏതാണ് ഇപ്പൊ. പിന്നെ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളതൊക്കെ ക്ലയന്റിന്റെ തീരുമാനമാണ്. എന്തായാലും ഈ വീടിന് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇത് അത്യാവശ്യം വലുതായിട്ട് ഒരു ചെയ്യണ വീടല്ല, എന്തായാലും കുട്ടിയൊക്കെ ഉണ്ടാവും ഇതിന്. ഇതിന്റെ റൂമിന്റെ ഉള്ളിൽ റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. ഇതാണ് നമ്മളെ ചുമരിന്റെ തിക്നെസ് വരുന്നത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളെ ചുമര് വരുന്നത്. ഇതിന്റെ ഉള്ളിലും അതേപോലെ തന്നെ ഫിനിഷിംഗ് ആയിരിക്കും. പിന്നെ നമ്മളെ കോർണർ ഷീറ്റ് വെക്കൊണ്ട് കാണുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ ആയിരിക്കും ഓരോ കോർണറുകളും. ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഇങ്ങനെ ഫുള്ളി വെന്റിലേഷൻ, അതായത് 2 നിലേന്റെയും ത്രൂ വെന്റിലേഷനാണ്. അതായത് അടി മുതൽ 22 അടി വരെ സിംഗിൾ വെന്റിലേഷനാണ് വരുന്നത്. കാരണം ഈ ബെഡ്റൂംസിനൊന്നും അധികം ജനാലുകൾ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ലെങ്ത് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് അറ്റാച്ച്ഡ് ബാത്റൂം, ഡ്രസ്സിംഗ് റൂം. ഓക്കെ, ഇതെല്ലാം കോൺക്രീറ്റ്. നല്ല അത്യാവശ്യം വലിയ ബാത്റൂമിൽ അത്യാവശ്യം നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നാലേ വെളിച്ചം ഉണ്ടാവുള്ളൂ. സാധാരണ വലിയ വീടാകുമ്പോൾ വലിയ വീടിനനുസരിച്ചിട്ട് ചെയ്യണം, അല്ലാണ്ട് സാധാരണ ചെറിയ വീടിന് ചെയ്യണ പോലെ 50-60 ബാത്റൂം വെന്റിലേഷൻ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത ആൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും ക്ലയന്റും തമ്മിൽ ഡിസ്കഷൻ ചെയ്ത് ഭയങ്കര ഇത് വരും. ഇതിപ്പോ ഇത്രയും വലിയൊരു വീടായ കാരണം കൊണ്ട് ഡിസൈൻ ചെയ്ത ആൾ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട്, ഇതൊക്കെയാണ് പറയണത്. ഒരു ഡിസൈനർക്കുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടെ, സാധാരണ ഒരു പ്ലാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ എല്ലാ വീടിനും 3 തള്ളി ജനലായിരിക്കും. പിന്നെ ക്ലയന്റ് അവിടെ വലിപ്പം കൂട്ടണോ കമ്മിയാക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റൂമിന്റെ വീടിന്റെ വലിപ്പത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തതാണ്. കാരണം ഇത് ഡിസൈൻ ചെയ്ത് ഇതിനൊരു എലിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ എലിവേഷൻ കൂടി മാച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ അല്ലേ ചെയ്യുക. ഇപ്പൊ രണ്ടും ഒരേ ടീം തന്നെ ചെയ്യണ സമയത്ത് അവരത് കറക്റ്റ് മെഷർമെന്റ്, അതായത് ഡോർ സൈസും എല്ലാ സാധനം കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹെഡ് ഏക്ക് കമ്മിയാണ്. ഇത് അടുത്ത ബെഡ്റൂം. ഇവിടെ കോൺക്രീറ്റ് ഇപ്പൊ ചെയ്താണ്, മുതൽ ചവിട്ടരുതേ.
ഇവിടെ ഇതിന്റെ വലുപ്പം നോക്ക്. ഓരോന്നിലും ഓരോ ഡിസൈനാണ്. ഇതിലിപ്പോ രണ്ട് സൈഡിലും വെന്റിലേഷൻ, മിഡിൽ കട്ടിൽ വരുന്ന മാതിരി നല്ല സ്പേസ് ഉള്ള റൂമല്ലേ. വലിയ വീടുകൾ വെക്കുമ്പോൾ ഇതുപോലത്തെ നല്ല വലിയ സ്പേസ് ഉള്ള റൂമുകൾ കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ ഉറപ്പ് തന്നെയാണ്. ഞങ്ങള് ഇന്നലെ വരുന്ന സമയത്ത് ഇങ്ങോട്ട് വാ, ഇത് കാണിച്ചിട്ട് നമ്മളെ ഗവൺമെന്റ് പ്രോജക്റ്റിന്റെ അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ നല്ല കോളം ഫുട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതും ചെയ്തിരിക്കണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുമരുകൾ കംപ്ലീറ്റ് നമ്മളെ നാട്ടിൽ ചെയ്യണം അതേപോലത്തെ സംഭവമാണ്. പക്ഷെ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവർക്ക് ഇതുപോലെ ചെയ്യായിരുന്നു അല്ലേ. ഞങ്ങളെപ്പോലത്തെ ഒരു പാവം ചെറിയ കോൺട്രാക്ടർ ഇത്രയും നല്ല സ്ട്രെങ്ത്തിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. അത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു പൊളിച്ച് കളയേണ്ടി വരും. ഇപ്പൊ ഈ റീറ്റെയിൻ വാൾ കോൺക്രീറ്റിൽ ചെയ്യാനുള്ള കാരണം അതിന് ബലം കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ അത് കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു വീട് വെക്കുമ്പോൾ വീട് അത്യാവശ്യം ബലം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ കോൺക്രീറ്റിൽ ചെയ്യണം. കല്ലിൽ ചെയ്യുമ്പോൾ കല്ലിൽ ചെയ്യാം, പഴയ മെത്തേഡാണ്. അതായത് ആദ്യം എല്ലാവരും കല്ലിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷെ മെത്തേഡുകൾ മാറുമ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളതിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഇതേപോലത്തെ ഒരു മതിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ചെങ്കല്ല് അല്ലെങ്കിൽ കരിങ്കല്ലിലാണ് കെട്ടിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷെ ഇന്നൊരാൾ ആ രീതിയിൽ ചെയ്യണ കാണാനില്ല. കാരണം അവർക്കറിയാം ഇത്രയും ഹൈറ്റിലൊരു മതിൽ കെട്ടുമ്പോൾ അവിടെ വെള്ളം ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് തള്ളിപ്പോകും എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ അവർ ചെയ്യാത്തത്. അപ്പോൾ വീട് നമ്മൾ കോൺക്രീറ്റ് രീതിയിലേക്ക് മാറ്റിയപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതാണ് സംശയം, ഇത്രയും വലിയ വീട് ചെയ്യാൻ പറ്റുമോ, ഇതിന്റെ തിക്നെസ് എങ്ങനെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ചെയ്യണ സമയത്ത് ഒരു 4 ഇഞ്ചിന്റെ വീടായിരുന്നു ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇവര് അത് വെച്ചിട്ടാണ് എല്ലാത്തിനും താരതമ്യം ചെയ്യണത്. അതായത് വലിയൊരു വീട് വെക്കുന്ന ആള് നമ്മൾ അപ്രോച്ച് ചെയ്യില്ല, അവര് ചെറിയ ചെറിയ വീടുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് അല്ലേ. അങ്ങനെയല്ലേ അത്? അതിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത ആളാണ് നമ്മളെ മാത്യു സാറ്. അതായത് 800 നേരെ 3000 പോയത്. ആ 3000 കണ്ടപ്പോഴാണ് പിന്നെ ആൾക്കാർക്ക് പിന്നെ ഒരു ഇവരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റൂലേ. വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്യു സാറിന്റെ കൊളുപ്പ വരും. ഒരു വീഡിയോയിൽ പോലും സാറിന്റെ പേര് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല 800,000 ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഞാൻ 3000 സ്ക്വയർ ഫീറ്റ് ചെയ്തപ്പോഴാണ് ആൾക്കാർ 2500-ഉം 2800 ഉള്ള വീടുകൾ നമുക്ക് തരാൻ തുടങ്ങിയത്. ഇതിപ്പോ 4000-ന്റെ ഇവിടെ തന്ന സ്ഥിതിക്ക് ഈ വീടാവുമ്പോ ഇനി 6000-ന്റെയും 7000-ന്റെയും വരാൻ പോണത്. മനസ്സിലായില്ലേ? അതായത് എങ്ങനെ കഴിഞ്ഞാൽ ഒരാൾ തരണം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ഈ ഗവൺമെന്റ് പ്രോജക്റ്റ് ഇവര് ചെയ്തു ഇപ്പൊ നമ്മളെ ഊരല്ലെങ്കിലല്ലേ ചെയ്തത്, അതേപോലത്തെ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് പ്രോജക്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ നല്ല സ്ട്രോങ്ങിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ നമുക്ക് തരില്ലല്ലോ. നമുക്ക് ആരെങ്കിലും തരുമോ? കാരണം അവർക്ക് ഒന്നാമത്തെ കാര്യം ഈ രീതിയിൽ വീട് വെക്കേണ്ടത് തന്നെ ഇവർക്ക് അറിയാന്നുള്ളത്. കാരണം ഇനിയിപ്പോ കോൺഗ്രസിന്റെ കുറച്ച് വീടുകൾ പണിയാനുണ്ട്. അതായത് ഇതിന്റെ മുന്നൊക്കെ ഭയങ്കര വിവാദ വിഷയമായിരുന്നു കോൺഗ്രസിന്റെ വീട് എവിടെ ചോദിച്ചിട്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനും കൂടി ആയതുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്കണം തരുമോ എന്നുള്ളത്. തന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അന്തസ്സായിട്ട്, അതായത് കിട്ടുന്ന ആൾക്ക് നല്ല സ്ട്രോങ്ങും ലൈഫുള്ളൊരു വീട് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഈ ഒരു രീതിയിൽ ഇപ്പൊ വയനാട് തന്നെയാണ് ഇതും. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ളത്? ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ഈ പ്രോജക്റ്റ് നടക്കുന്നിടത്തേക്കുള്ളത്. ഈ വീടിന്റെ ഒരു എലിവേഷൻ നിങ്ങൾ നോക്കി നോക്കൂ. പിന്നെ ഞങ്ങളെ റേറ്റ് കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളെപ്പോഴത്തെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇത്രയും വലിയൊരു വീട് കയറ്റുമ്പോൾ അതിൽ ക്ലയന്റിന് ഉണ്ടാവുന്ന ബെനിഫിറ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതായത് ഇതിപ്പോ നമ്മൾ സാറിന് എത്ര 1400-നല്ലേ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കണം കേട്ടോ. 1400 സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ചുമരാക്കി നമ്മൾ ഇലക്ട്രിക്കലിന്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ വീടിന്റെ ഉള്ളത്തെ കംപ്ലീറ്റ് കൺസീൽഡ് പ്ലംബിങ്ങും അത് കൂടാണ്ട് ഇതിലുള്ള വയറിങ്ങും പാടെ ഇൻക്ലൂഡഡ് ആയതാണ് ഇപ്പൊ 1400-ന് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1400-ന് ഇപ്പൊ ചെയ്ത് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 8-9 മാസം മുന്നേ ബുക്ക് ചെയ്ത പ്രോജക്റ്റ് ആണ് അല്ലേ. ഇപ്പോഴത്തെ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് നമ്മൾ ഇതുപോലത്തെ വലിയ വീടുകൾ ഈ പറഞ്ഞ വയറിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, ഇതിപ്പോ നമ്മളൊരു വീടിന്റെ കാര്യം പറയട്ടെ. ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ ഇപ്പൊ 10-50 വീട് ഗവൺമെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ 300 വീട് 400 വീടൊക്കെയാണ്. അതിപ്പോ 100 വീട് കിട്ടുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ റേറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. കാരണം വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ലേബേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്കൊരു ഇപ്പൊ ഈ പ്രൊജക്റ്റിൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്തെ സൈഡിൽ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ തിരുവനന്തപുരത്തൊക്കെ നമ്മളെ സൈറ്റ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ കണ്ട ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് നോക്കി നോക്ക്. ഇവരൊക്കെ ഇപ്പൊ നാളെ ഇവിടെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ ഇവിടെ എടുത്തിട്ട് അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നേരെ മറിച്ചിട്ട് ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ടിൽ വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സൈറ്റിലേക്ക് നമുക്ക് അതായത് നിയറസ്റ്റ് ബിൽഡിങ്ങിലേക്ക് അവരെ മാറ്റാം. അങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് വലിയ പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് കമ്മിയാക്കാൻ നോക്കണത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
ഹെലികാമ് വേണ്ടവരല്ലേ? കാരണം ഈ പ്രോജക്റ്റ് ഇപ്പൊ ഫുള്ളായിട്ട് കവർ ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം അമ്മുവാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഓളെയും കൊണ്ടും പറ്റില്ല, അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്നെയും കൊണ്ടും പറ്റില്ല, കാരണം അത്രയും ലോങ് വൈഡ് ആണ്. ഇതിനൊക്കെ ഒരു ടോപ്പ് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈ കിണർ ഫുള്ളി കോൺക്രീറ്റ് ആണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാ കാണുന്നത്. ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത കിണറല്ലേ? റിങ് ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർക്ക് പിന്നെയും സംശയം തോന്നുന്നില്ല വെള്ളം എങ്ങനെ ഉറവ് വരിക കാര്യങ്ങളൊക്കെ വരിക. ഇപ്പൊ കണ്ടില്ലേ വെള്ളം നല്ല ഇഷ്ടം പോലെ ഉണ്ട്, കുറവുണ്ടാവുകൊണ്ടാണ്. പക്ഷെ എങ്ങനെ ഇങ്ങനെ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പുള്ളി അടി മുതല് ഇത് റിങ് ഇറക്കിയതല്ല കേട്ടോ, അതിന്റെ അടി മുതൽ കോൺക്രീറ്റ് ചെയ്ത. അതേപോലെ ഈ ചുമര് റിട്ടേൺ വാളും കംപ്ലീറ്റ് കോൺക്രീറ്റ് തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ സാറിനോട് ഞങ്ങളെ തിരക്ക് പറഞ്ഞപ്പോ കോളം ഫൂട്ടിങ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ ആളത് തിരക്ക് കാരണം കൊണ്ട് ഡിലേ ആവുമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഇവിടുന്ന് തന്നെ നല്ലൊരു ചേട്ടനായിരുന്നു, ആ ചേട്ടനാണ് ഇത് രണ്ടും ചെയ്തു കൊടുത്തത്. മാക്സിമം ഞാനിങ്ങനെ മതിലിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഏകദേശം ഒരു വ്യൂ കാണിച്ചു തരാൻ നോക്കാം. നമ്മളെ വീട് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു കോർണറിൽ. അപ്പോൾ റിട്ടേണിംഗ് വാളിന്റെ ഒരു ലെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും വീടിന്റെ ഒരു വലിപ്പം. കാരണം 4000 സ്ക്വയർ ഫീറ്റ് ഒറ്റ നിലയല്ല, 2 നിലയായിട്ടാണ്. പക്ഷെ എന്നാൽ കൂടി മിഡിലില് സ്ലിം ആയിട്ടാണ് കിടക്കണം. അതുകൊണ്ട് ഒരുപാട് ലെങ്തി വീടാണിത്. ഈ ഒരു കോർണറിലാണ് നമ്മൾ ആൾക്കാർ ഭക്ഷണം വെക്കണതും. അമ്മൂന് ഭക്ഷണം വെക്കാം നോക്കണ്ടോ? ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ കൂടി വെച്ചൊടുക്കാറുണ്ട്. ഒരു 2 ബെഡ്റൂം, അതായത് ഫ്രണ്ടിലുള്ള ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അതേപോലെ തന്നെ ബാക്കിലത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. മിഡിലിൽ കുറച്ച് ഹാള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ പണിതുകൊണ്ടിരിക്കുന്നത് കിച്ചൺ. പിന്നെ എൻ്റെ വണ്ടി നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ഇത് വരുന്നത്. ഏകദേശം ഇപ്പോൾ നിങ്ങൾക്കൊരു ലെങ്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഒരു കാണുന്ന പോർഷന് മൊത്തമായിട്ട് ഫുള്ളി വീട് തന്നെയാണ് വരുന്നത്. ചുമരിൻ്റെ തിക്നെസ് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. അതായത് മുകളിൽ നിന്ന് എടുക്കുമ്പോഴായാലും നിങ്ങൾക്ക് ചുമരിൽ എത്ര തിക്നെസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താഴത്തുനിന്ന് വന്ന കോളം ഫൂട്ടിങ്ങിലെ കമ്പിയാണെന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടറിഞ്ഞൂടെ? 16 mm കമ്പി, അതായത് അടിയിൽ കോളത്തിൻ്റെ അവിടുന്ന് വന്ന കമ്പികളാണ് ഈ നിൽക്കുന്നത്. നമ്മളെ ഭിത്തിയിൽ നിൽക്കുന്ന കമ്പി 10 mm ആണ്. എല്ലാ കമ്പികളും ഇതേപോലെ മുകളിലേക്ക് പൊന്തിങ്ങി അത് അവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് പോവുക ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കോർണറുകൾ അടിക്കണത്. ഇതിന് മുന്നേ ഞാൻ കോർണറുകളും ടീ ഒക്കെ എങ്ങനെ വരിക എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം അല്ല ഈ ഒരു പോർഷൻ ഇപ്പോൾ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമ്മളെ ഭിത്തികളായിട്ട്. ഏകദേശം നമ്മളെ ചുമര് 11 അടിയാകുമ്പോൾ ഈ റീറ്റേണിംഗ് വാളിൻ്റെ ഒരു ഹൈറ്റ് വരും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആവും ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ്. ഒന്നാമത് ഇവിടെ ഒരുപാട് മണ്ണ് എടുത്ത് താത്തി റോഡ് ലെവലാക്കാൻ എന്നാലും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയാണ് റോഡ് ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിട്ടേൺ വാളിൻ്റെ ഹൈറ്റ് വീണ്ടും കൂടും. അത് കാരണം കൊണ്ട് ഈ ഒരു ഹൈറ്റിൽ ഒതുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് ധനേഷ്. ഇപ്പോൾ ചായ കുടിക്കാൻ പോയിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളന്ന് ഫസ്റ്റ് വന്നപ്പോൾ ഇപ്പം എത്ര ദിവസമായി തുടങ്ങിയിട്ടത്? 2 ആഴ്ചയല്ലേ? 2 ആഴ്ച. അതായത് നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾ തുടങ്ങണ ദിവസം വന്നിട്ട് പോയതല്ലേ, പിന്നെ ഞങ്ങൾ വന്നിട്ടില്ലല്ലോ. ചില ചെറിയ വീടുകളൊക്കെ ചെയ്യുമ്പോ തന്നെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര സങ്കടം. പക്ഷെ ഈ സാർ എങ്ങനെയുണ്ട്? ഒന്നും പറയില്ലല്ലോ, ഒന്നും പറയില്ലല്ലോ. ആൾക്കാരത് കറക്റ്റ് ആയിട്ടാ പോണെന്ന്, അതുകൊണ്ട് ഒന്നും പറയാത്തത്. അണക്കും തന്നെ ചെറിയ വീട് വെക്കണതാണോ ഇങ്ങനത്തെ വീട് വെക്കണാണോ നല്ലത്? വലിയ വീടും അതേപോലെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ചെയ്യാനൊരു ഇല്ലേ? സാധാരണ ചെറിയ വീടുകൾ ഇങ്ങനെ ചെയ്യുമ്പോ വീട് കാണുമ്പോ തന്നെ ഒരു ഇതല്ലേ, ഇത്രയും വലിയ വീട് നമ്മളെ രീതിയിൽ ചെയ്യുമ്പോ കാണുമ്പോ തന്നെ ഒരു സുഖല്ലേ. പിന്നെ ഇപ്പോഴത്തെ ഈ കോർണർ ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോ നമ്മളെ പൈപ്പ് വെക്കണേക്കാളും ഒന്നും കൂടി ഫിനിഷിങ് കിട്ടുന്നുണ്ടല്ലേ? ഫിനിഷിംഗും ഉണ്ട്, പിന്നെ പണി വേഗം നടക്കുന്നുണ്ട്. ഒന്നാമത് ഉറപ്പും കൂടുതലാണ് മറ്റേതിനെക്കാളും മൊത്തത്തിൽ. പിന്നെ നമുക്ക് ഈ ഇലക്ട്രിക്കിന്റെ പൈപ്പ് തന്നെ ഇതിനുള്ളിൽ കൂടി കൊണ്ടുപോകാൻ പറ്റിയിട്ട് മറ്റേ നടന്നിരുന്നില്ല. ഇപ്പൊ എങ്ങോട്ട് വേണമെങ്കിൽ ക്രോസ് അടിക്കാം, 5.5 ഇഞ്ച് തിക്നെസ് ആക്കിയപ്പോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. സാധാ ഇലക്ട്രീഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ചിന്റെ മറ്റേ ഡ്രെയിനേജിന്റെ പൈപ്പും കൂടി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി നോക്കാം. നമുക്ക് AC പോയിന്റ് നോക്കിയിട്ട് AC പോയിന്റും കൂടി ഇപ്പൊ ലോങ് സൈഡുള്ള AC വരുന്ന വെച്ചാൽ അത് ചുമരിന്റെ ഉള്ളിൽ കൂടി തന്നെ ചെയ്യാം. അത് ബാക്കത്തെ റൂമിലൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഈ റൂമിൽ കംപ്ലീറ്റ് പോയിന്റുകൾ ലൂപ്പിംഗ് ആണ്. അപ്പൊ വയറുകൾ ഒരുപാട് ലാഭം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനേഷ് പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കണ്ടില്ലേ, സാധാരണ നമ്മളെല്ലാം മുകളിലേക്കാണല്ലോ അല്ലേ? ഈ 2 എണ്ണം ഇത് തമ്മിൽ ചെറിയ നമ്മൾ ആകെ ഇങ്ങനെ ലൂപ്പ് ചെയ്യാ. ടിവിന്റെ ഒക്കെ ഒരു ഏരിയ വരുമ്പോ മാത്രമാണ് ലൂപ്പിങ് ചെയ്യാറ്, ബാക്കിയുള്ളടത്തൊന്നും ചെയ്യലില്ലല്ലോ. അതുകൊണ്ടിപ്പോ
ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എടുക്കാൻ വയറെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്കും കുറച്ച് പൈസ കമ്മിയാവും. മറ്റേതൊക്കെ ടെറസിന്റെ മുകളിൽ കൂടി കയറിയിട്ട് വേണം കയറി ഇറങ്ങാൻ. എല്ലാ പൈപ്പും ലൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലൂപ്പ് ചെയ്തിരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കണം. കാരണം ഇവർ ഈ ഹോൾ അടിക്കുമ്പോഴാണ് പ്രശ്നം വരിക. ഇത് അതായത് കോൺക്രീറ്റ് വീടിന്റെ ഒരു പ്രത്യേകത അതാട്ടോ. കാരണം നമ്മളെ ചുമരുമ്പോൾ കൂടി പൈപ്പ് പോകുമ്പോൾ സാധാരണ മോളിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ DBയുടെ നേരെ മുകളിലേക്ക് പൈപ്പ് പോയിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ ഡ്രില്ല് ചെയ്യണ സമയത്ത് അല്ല ഏകദേശം ഫുൾ പണി കഴിയുന്നവരെ ഞങ്ങളുടെ നേതൃത്വത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അല്ലാത്ത ആൾക്കാർ ഞങ്ങളെ വീഡിയോ ഇങ്ങനെ എടുത്തു വെക്കുക, എന്നിട്ടോ അതായത് ചുമരിന്റെ എല്ലാത്തിന്റെയും വീഡിയോ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫോട്ടോ വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം. ഓക്കെ. അപ്പൊ ജനേഷിനെ വിളിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഈ ചെറിയൊരു വീട് ചെയ്യണ സമയത്ത് ഇങ്ങോട്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ എന്തോ അവർക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഇവര് ആരും ഇത് ചെയ്യൂല. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ചെയ്യണേൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണ് ഇത്. 4000 സ്ക്വയർ ഫീറ്റിന്റെ വീട് നമ്മളെ പ്രോജക്റ്റിൽ ഇപ്പോൾ നടക്കണേലും അതെ, ഞങ്ങൾ ഇതുവരെ ചെയ്തതിലും ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണ്. പക്ഷെ ഞങ്ങളിത് 2ാമത്തെ വിസിറ്റ് ആണ്. ആ 2ാമത്തെ വിസിറ്റ് തന്നെ ഏകദേശം ചുമര് ഇത്ര ആയിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് വരാത്തെന്താ വെച്ചാൽ ഇത് ഒറ്റപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആണ്. അതായത് വയനാട്ടിൽ ഇത്രയും ദൂരത്ത്. ബാക്കിയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഒരു അടുത്തടുത്ത് തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ? പിന്നെ ഒരു സൂപ്പർവൈസറും കാര്യങ്ങളൊക്കെ ഒരു സൈറ്റിൽ നിൽക്കുമ്പോൾ അവര് നോക്കിക്കോളും. ബാക്കി ഇപ്പൊ ഇവര് വിചാരിക്കും നമ്മൾ കണക്ഷൻ ഇല്ലാന്ന്. നമ്മളിപ്പോ ഇവിടെ ഒരു ചുമര് വെക്കുമ്പോൾ എന്താ വേണ്ടത് ഏതാ വേണ്ടത് നമ്മൾ ഡിസൈൻ അനുസരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇന്റർലോക്ക് സിസ്റ്റത്തിൽ കണക്ക് എന്താ പറയാനുള്ളത്? ഇത് അടിപൊളിയല്ലേ? ലോക്കിങ് കറക്റ്റാ അല്ലേ? നമുക്ക് എത്ര ചുമരുവാണ് എവിടെ വേണേ, അതായത് ഇപ്പൊ 100 അടി ചുമരാണെന്നുണ്ടെങ്കിൽ 100 അടി ചുമരക്ക് നമുക്ക് ഇതേപോലെ തന്നെ ഇതിന്റെ ബലം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടേക്ക് വരുന്ന ചുമരുമെന്ന് ഡയറക്റ്റ് ആയിട്ടൊരു ആരോ മാർക്ക് അതിന്റെ ഉള്ളിലേക്ക് 2 സൈഡിലേക്ക് ഇങ്ങനെ കയറി പോകും. കമ്പി കണക്ട് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ക്രാക്ക് വരില്ല. പണ്ട് നമുക്ക് ഒരു ചുമര് പറഞ്ഞാൽ ആ തല വരെ നിർബന്ധമായിട്ട് ഇടണം. അതെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്ട്രൈറ്റ് ബ്ലോക്ക് ആകുമ്പോ നമുക്ക് ഒരിക്കലും നീട്ടാൻ പറ്റിയിരുന്നില്ല. അതൊരു പിള്ളേര് അതുണ്ടാവില്ല. അതൊക്കെ കുറെ ദിവസത്തെ തല പോയി അമ്മനോട് ചോദിച്ചാലേ ഇപ്പൊ അതൊക്കെ അറിയുള്ളൂ. രാത്രി ഇരുന്ന് ഇത് പുകഞ്ഞാൽ മാത്രം മതി. അത് ഉണ്ടാക്കി തന്ന ആ പയ്യനോട് ഞാൻ ഫോണിലൂടെ മാത്രം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഷീറ്റ്. ഇപ്പൊ ഈ ഒരു കോർണർ ഷീറ്റ് തന്നെ ഈ ആലോചിച്ചോക്കെ. ഈ കോർണർ ഷീറ്റ് നമ്മൾ ഈ ഏതിലെ ഫിക്സ് ചെയ്യണത്? സാധാരണ ഈ 8 അടി ഷീറ്റിലല്ലേ? അതായത് ഇത് നമ്മളെ ചുമര് വെക്കുന്ന ഷീറ്റ് ഓൾറെഡി നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ഹോളുകളും അത് മാച്ച് ആവണം. മനസ്സിലായോ? ഇത്തിരി പണിയെടുത്തുണ്ടോ ഞാന്. കാരണം ഒരെണ്ണം ഇപ്പൊ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റില്ല. കാരണം നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് നേരെ 2 ഷീറ്റ് അപ്പുറത്തെ സൈറ്റിലേക്ക് എടുത്തു വിചാരിച്ചോ, എല്ലാ ഹോളും മാച്ച് ആവണം. അതാ പ്രശ്നം. നമ്മളത് ഉള്ളതൊക്കെ ഒരേപോലെ ആയിരിക്കണം. അതായത് ഈ സൈറ്റിലത്തെ സാധനം ഇപ്പൊ ചിലപ്പോൾ ഇവിടെ 2 പീസ് കമ്മിയാണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സൈറ്റിലേക്ക് ഉണ്ടാവും. പിന്നെ അവിടെ ഈ ഹോള് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കോർണർ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മള് ഫില്ലർ ബോക്സ് എന്തിനു യൂസ് ചെയ്യും? ഇവിടെ ഏതൊക്കെ ഉണ്ടോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതിപ്പോ ഏകദേശം 8 അടിയാണ് ഇപ്പൊ അല്ലേ? 8 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി 2.5 അടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇല്ല 8ഉം 2 10.5 ശരിക്കും 1/2 അടിയാ. 11 അടിയാണ് ഈ വീടിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ ശരിക്കും 6 ഇഞ്ച് പൈപ്പ് അടിച്ചാലും മതി കേട്ടോ. ഒരു ഞാനത് നേരത്തെ പറയാം 2 അടി അല്ലേ? ഇത് 2.5 അല്ലേ? അപ്പൊ പിന്നെ 6 ഇഞ്ചും കൂടി പൊക്കിയാൽ മതിയല്ലോ. എന്നാ ഓക്കെ, നീ ബാക്കി ഇതിന്റെ കൂടുതൽ ചുമരുകളായിട്ട് അടുത്ത ആഴ്ച അല്ലെ? ഒരു 2 ആഴ്ചയും കൊണ്ട് തീരുവോ നോക്കാം. എന്നാ പിന്നെ ആൾക്കാർ തല്ലും ചെയ്യും. 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് 1 മാസം കൊണ്ട് തീർത്തു കണ്ടാവും ഇനി അടുത്ത അടി. അല്ല അത് മാറ്റേണ്ടത്. അത് ഞാൻ പറഞ്ഞു ഇവരോട്. 4000 സ്ക്വയർ ഫീറ്റ് വീടാകുമ്പോ ചുമരുകൾ കമ്മിയായിരിക്കും, പില്ലേഴ്സ് കൂടും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ചുമര് കമ്മിയാവണേന് ഇവിടെ 8ന്റെ പണികൾ വേറെ കിടക്കുന്നുണ്ട്. ഇത് എത്ര ഫില്ലർ? 30ന്റെ അല്ലേ? 30ന്റെ. പിന്നെ 4 ഫില്ലർ 20